കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഇത് കണക്കുണ്ട് ഈ ഖാദർ കരിപ്പൊടിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഇഷ്യൂവിനെ തുടർന്നുണ്ടെങ്കിൽ കൂട്ടുകാരും ഖാദർ കരിപ്പൊടിയും ചേർന്ന് ഒരാളെ ഉപദ്രവിച്ചെന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്തുള്ള പരാതി. അതിനെ തുടർന്നുണ്ടെങ്കിൽ കേസ് എടുക്കാനൊക്കെ നോക്കിയ സമയത്തായിരുന്നു ഖാദർ ഉണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എവിടെ പോയി എന്തോന്നുള്ള രീതിയിലുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല. പോലീസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. വേറെ ഏതോ രീതിയിലൊക്കെയാണ് ഇപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തായിരുന്നു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ആരാണോ പരാതി കൊടുത്തിരിക്കുന്നത് അയാൾ വെറുതെ വിടത്തില്ല, പിന്നെ ഒരുപാട് മീഡിയക്കാർ തനിക്കെതിരെ ഇത് കണക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഖാദർ കരിപ്പൊടി ഉണ്ടെങ്കിൽ ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ കോടതി വിധി വന്നപ്പോഴത്തേക്ക് തള്ളിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ടെങ്കിൽ എടുത്തിട്ടുമില്ല. എന്തായിരുന്നാലും ഇത്രയും ദിവസമായിട്ടുണ്ടെങ്കിൽ ഖാദറിനെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകമൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഇത്രയും ദിവസമായിട്ടും ഖാദറിനെ കിട്ടാത്ത എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെ പോയി ഖാദർ ഇപ്പോൾ ഈ ജില്ലയിൽ തന്നെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യ വിവരങ്ങളോ ഒന്നുമില്ല.